1984 പോർച്ചുഗലിലെ ഫഞ്ചലം മടയറ ദ്വീപിൽ ഒരു വളരെ പാവപ്പെട്ട കുടുംബം. ആ കുടുംബത്തിലെ അമ്മയായ മറിയ ഡോളറസ് തിരിച്ചറിയാണ് താൻ വീണ്ടും ഗർഭിണിയായിരിക്കുന്നുവെന്ന്. ഇപ്പോൾ തന്നെ ഇവർക്ക് 3 കുട്ടികളുണ്ട്. ഇവർ ജീവിക്കുന്നതാകട്ടെ ഈ അമ്മ വീട്ടുജോലി ചെയ്തും ക്ലീനിങ് ജോലി ചെയ്തും എല്ലാമാണ്. ഇതേ സമയം ഇവരെ ഭർത്താവായ ജോസ് ഡെന്നിസ് അവേറോ എന്ന് പറയുന്ന വ്യക്തി ഒരു ഫുട്ബോൾ ക്യാമ്പിലെ കിക്ക്മാനാണ്. ഇയാൾക്ക് വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇയാളൊരു ആൽക്കഹോളിസ്റ്റ് ആയിരുന്നു. ഈ അവസ്ഥയിൽ ആ കുട്ടിയെ നോക്കാൻ ഇവർക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ഈ കുട്ടിയെ നശിപ്പിക്കേണ്ട, ആ കുട്ടി ജനിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 1915 ഫെബ്രുവരി 5 ആ കുട്ടി ജനിക്കുന്നു. റൊണാൾഡോ റിക്കനോടുള്ള ആരാധന കൊണ്ട് ആ കുട്ടിക്കിട്ട പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോ സാന്റോസ് അവേറോ എന്നായിരുന്നു. പിൽക്കാലത്ത് എതിർ ഗോൾ വലകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന, തൊടുത്തുവിട്ട ലക്ഷ്യം കാണാതെ തിരിച്ചു വരാത്ത ബ്രഹ്മാസ്ത്രം പോലെ കാൽപന്തുകളെ പായിപ്പിക്കുന്ന, എതിരാളികളുടെ മനസ്സിൽ ഭയം വിതറുന്ന, ആത്മാർത്ഥത കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ആരാധകരുടെ മനസ്സിൽ ചിരപ്രതീക്ഷ നേടിയ ആരാധകരുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോ CR7. പക്ഷെ ഇപ്പോൾ ഐ ആം ബാക്ക്. 90 മിനിറ്റുകൾ തന്നിലേക്ക് മാത്രം ചുരുങ്ങിയ ലോകത്തിനോട് അയാൾ പറഞ്ഞു. എന്തിനു വേണ്ടിയെന്ന് ചോദ്യമെത്തി. ആരും ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടി മാത്രം. യൂസ്റ്റണിലെ ആകാശത്തിന് കീഴിൽ പറങ്കിപ്പടയെ മൈതാനത്തേക്ക് നയിക്കുമ്പോൾ അയാൾക്ക് ചിലതൊക്കെ ഓർമ്മപ്പെടുത്താനുണ്ടായിരുന്നു. താൻ ആരാണെന്ന് മറന്നുപോയവർ, തൻ്റെ ബൂട്ട് കണ്ട് ആയസിന് വിലയിട്ടവർ, മൈതാനത്തെ സാന്നിധ്യത്തെ പോലും ചോദ്യം ചെയ്തവർ, പ്രായം കൊണ്ട് അളന്നവർ. പക്ഷേ കടൽ അണഞ്ഞിട്ടില്ലെങ്കിൽ തീയായി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഗാലറിയിൽ വാർത്തയ്ക്കും പിന്നിട്ട മനുഷ്യൻ്റെ കണ്ണുകൾ നനയുന്നുണ്ടായിരുന്നു. ബാല്യവും കൗമാരവും കാണുന്നവർ, ജീവിതത്തിൻ്റെ പാതയിലേക്ക് കടന്നവരും പിന്നിട്ടവരും അയാൾക്കായി. തൻ്റെ ശരീരത്തിനോടും കാനത്തിനോടും പൊരുതി അയാൾ നേടിയെടുക്കുന്ന ജനത, തലമുറകളുടെ നായകൻ CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോ സാന്റോസ് അവേറോ.